ഹേ ഗായ്സ്, നല്ല അടിപൊളി ഈവനിങ് ടൈം ട്രക്കിങ്ങിന് പോവാം. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി പാസ്സാക്കി കറക്റ്റ് ഇപ്പം 4 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത് എന്നൊന്നും പറയല്ലേ, ഒരു 2-3 കിലോമീറ്റർ ഹൈക്ക് ചെയ്ത് മലയുടെ മുകളിൽ കയറി പോകാണ്ട് കുറച്ച് അധികം നടക്കാണ്ട്. ഒരു ചാലഞ്ചിങ് ആയിരിക്കും. അമ്പൂട്ടനെ കൊണ്ട് ഇത് ഇങ്ങനെ ഇരുത്തി പോകുന്ന കാര്യം ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയല്ലേ മുതൽ ഒരു അഡ്വഞ്ചർ ആണ്. അമ്പൂട്ടൻ റെഡി? Let's go. Let's go. Let's go. Oh, let's go guys. ആ മലയാണ് സുഹൃത്തുക്കളെ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പം തേനിയാണ്. അടിപൊളി വ്യൂ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അമ്പൂട്ടനെ വെച്ചുകൊണ്ട് ഫസ്റ്റ് ട്രക്കിംഗ്. ലെറ്റ്സ് ഗോ. പോവാം. ഇതിനെ പേടിയാട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കൊണ്ടുവരണത്, ഞാൻ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ പെണ്ണിന് ഭയങ്കര പേടിയായി. കടിക്കൂല്ലോ അതെ, അത് കെട്ടും. വാ, നമ്മൾ ട്രക്കിങ് ആരംഭിക്കാൻ വേണ്ടി. ഇവിടെ ഒറ്റ നിലവിളി. എവളും കരഞ്ഞ് അമ്പും കരഞ്ഞ്, രണ്ടുപേരും കരഞ്ഞ്. എന്ത് പട്ടി, ഭയങ്കര പേടിയിട്ട് പെണ്ണ്. ഇങ്ങനെ പട്ടി പേടിയോ? സാധാരണ പട്ടികളെ പോലെ പൂപ്പി. ഇപ്പൊ നമ്മളിവിടെ നിന്ന് പൂപ്പിയുണ്ട് ട്രക്കിങ്ങിന്. ഒറ്റ വിളി. ചെറുക്ക എന്റെ അടങ്ങിയിരുന്നതാ. ഒന്നും ആയിട്ടില്ല, കൊറേ ഉണ്ട് നടക്കാൻ. ഇന്നലെ പോയപ്പോ കണ്ടായിരുന്നു വ്യൂ. ഓടിച്ചു പോയതന്നെ കുഴിയില്ല. അങ്ങ് പോയായിരുന്നോ? അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു നല്ലോണം നടക്കണം, മലകളൊക്കെ കയറി. ഈ വൈബേ മേലെത്തിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അതെ, ട്രക്കിങ്ങിന് ഞാൻ വെള്ളമൊന്നും എടുത്തില്ല. ഞാൻ അമ്പൂട്ടിന് മാത്രമേ വെള്ളം എടുത്തുള്ളൂ. ആ കുപ്പി പൊട്ടുന്ന കുപ്പിയില് ഞാൻ അങ്ങനെ വെള്ളം എടുക്കും കേട്ടാ. ഞാൻ അമ്പൂട്ടിന് മാത്രമേ വെള്ളം എടുത്തോളൂ. കട ഉണ്ടോ? ഇപ്പൊ കിട്ടും. ഇപ്പോഴേ നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ല, അവൻ നമ്മുടെ അടുത്ത് ഒരുപാട് ആയിരിക്കില്ല. നമ്മള് ഗസ്റ്റ് അല്ലേ, നമ്മുടെ അറിയത്തില്ലല്ലോ. ഇങ്ങനെ ശബ്ദം എടുക്കുന്ന ഇത് പണ്ട് റോഡ് സൈഡിലൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മള് താമസിച്ചടാ. ഇരുന്നാ മതി, കാറ്റ് കൊള്ളാം. നല്ലപോലെ ഉറങ്ങി അവൻ. മുടി ഉറക്കുന്നതാണ് അവിടെ രസമുണ്ട്. ഫ്രണ്ട്ലിയാണ് നമ്മളെ. അത് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഇന്നലെ അല്ലേ കാണുന്നേ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ നടക്കുന്ന അവൾ ഈ പോന്ന കഴിയുമ്പോ മുള്ളി പോട്ടോ. എങ്ങനെയാണെന്നറിയോ? വഴിയറിയാം മാപ്പ്. ഇത് കാര്യം പറഞ്ഞു. അത് ആര് സത്യം ഉണ്ടോ? ഉണ്ടോ? ഓ, അപ്പം നമ്മളെ കൂടെ ട്രെയിനർ ആട്ടോ. സ്പോർട്സ്, ഡോഗ്, പിന്നെ എന്തിനൊക്കെ ട്രെയിൻ ചെയ്യുന്നേ? എല്ലാം ഉണ്ട്. ഈ ക്യാറ്റിനെ ഒരിക്കലും ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുള്ളതാണോ? പറ്റും. ഇങ്ങനെ നടക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. നിരപ്പാണ്, തണുത്ത കാറ്റുണ്ട്. കൊള്ളാം. പ്യുവറാ. കുറച്ചുകൂടെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. അമ്പ് കാര്യം പറയാം. അതാ ഞാൻ എടുത്തേ. അവിടെ എന്തെടുക്ക? അമ്പ് ഭയങ്കര ഹാപ്പി. മറ്റേ അട്ടയൊന്നും ഇല്ല, അങ്ങനത്തെ അത്ര ഈർപ്പുള്ള ഏരിയ അല്ലേ ഇവിടെ. ഭയങ്കര കാര്യം പറഞ്ഞു. അതെ, നമ്മള് കാര്യം പറഞ്ഞില്ല, അവൻ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ഷൂട്ടിങ് വെച്ചോണ്ടിരിക്കുന്നത്. ആ പിള്ളേരെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണമെന്ന് പറയുന്നില്ലേ, അവര് ഹാപ്പിയാ. എനിക്ക് അന്ന് കാണണ്ട, എനിക്കിതുണ്ട്. പറ പറ
അണക്കിന്ന് എന്തേ അണക്കി ഒന്നുമില്ല. അണപ്പൊന്നുമില്ല അവനെ എടുത്തു അണപ്പൊന്നുമില്ല കൊണ്ടില്ല മലയുടെ മുണ്ടി കാറ്റടി വെച്ചേക്കുന്നു. ആ അതിന് മോളി വെച്ചേക്കുന്നില്ലേ ചതുരംഗപ്പാറ അതവിടെ കേരളല്ലേ? രാമക്കൽ മേട്. അപ്പൊ ഇവിടെ ഡ്രോൺ പുറത്തില്ല. ഡ്രോൺ എടുത്തത് ഇവിടെ പോട്ടെ, ഞാൻ തരത്തില്ലേ, കാരണം ഇവിടെ ഡ്രോൺ ഒരെണ്ണം പോയിട്ടുണ്ട്. അവ അവിടെ അറമ ചടങ്ങ് സ്വർഗം കിട്ടിയ ഫീല കൂട്ടി കിടന്നിട്ട്. മോനെ പക്ഷെ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എത്രയായാലും വീഡിയോ കൂടെ കാണുന്ന ആ ഒരു അതൊന്നും അല്ല ഗൈസ്, സീരിയസ്ലി. അയ്യോ അങ്ങോട്ട് പോണ കേട്ടോ, നല്ല കുഴിയാ എന്റെ മോനെ ഇതൊക്കെ കേട്ടോ. പക്ഷെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷൂസ് അല്ല നമ്മളെ, നോർമൽ ഭയങ്കര ഡ്രസ്സും അല്ലേ അത്. സെറ്റില്ലേ വ്യൂ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ഈ കാറ്റ് കൊള്ളാൻ വേണ്ടി ഒരു ദിവസം വരാം. തണുത്ത കാറ്റ്, ഫ്രഷ് കാറ്റില് പൊന്മുടത്തൊക്കെ പോകുമ്പോൾ ഉള്ളതുണ്ടല്ലോ, അടിപൊളിയാട്ടോ. ഇവിടെ ഒരാള് ഭയങ്കര സന്തോഷം, കൈകൊട്ട് കളി. നമ്മൾ അവനെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോ എല്ലാരും വഴക്കൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അവ ഇല്ലാണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോകാൻ തോന്നത്തില്ല. അതിൽ അവനെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അപ്പം അവൻ ഹാപ്പിയാണ്. എല്ലാരും ഇങ്ങനത്തെ ഫ്രഷ് എയറും ശ്വസിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ അമ്പൂടിനെ ഒന്നും പൊന്മുടി കൊണ്ടുപോയപ്പോഴും എല്ലാരും വഴക്ക് പറഞ്ഞു, ഭയങ്കര തടുപ്പാണ് കണ്ടാ. അയ്യോ പിന്നെ തലയിൽ സാധനം വെക്കും ചോദിച്ചാ എന്റെ കയ്യിലുണ്ടാവും വെക്കും. ഇതിനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടേ, ഒരു ചുള്ളി കമ്പിലെ കെട്ടിട്ട് അതിന് വേണമെങ്കിൽ വലിച്ചു പറിച്ചോണ്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് പേടി, അത് വരത്തില്ല, അതിന് എന്തോ വലിയ ഇതിലാ കെട്ടിയിട്ടേക്കുന്നതെന്ന്. അതൊന്ന് ശ്രമിച്ചാൽ വരാവുന്നതേ ഉള്ളൂ. അത് അതിന്റെ ബലം തിരിച്ചറിയുന്നില്ലെന്നല്ലേ, അതിനെ പറ്റിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് വന്നപ്പോ ഇച്ചിരി ഒന്ന് മഴയൊക്കെ ഒന്ന് ചാറി അല്ലേ, പിന്നെ നമ്മൾ ഓടി ഇനി വന്ന് കോഫി ആൻഡ് കട്ട്ലറ്റ് ഗൈസ്. ആകുമ്പോ ഫുൾ ഓൺ കേട്ടോ, ഭയങ്കര അവ ഇത്രേ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലേ. നോക്ക് 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 എന്തൊക്കെ കാണിക്കുന്നേ അമ്പോ, എന്ത് അമ്പോ കാണിക്കുന്നേ. തൊപ്പി വെച്ചിട്ടാ മുടി ഇരിക്കും നോക്ക്. അപ്പുക്കുട്ടൻ താടിക്ക് കൈയോട് പൊട്ടിക്ക ഇങ്ങനെ ഇങ്ങനൊരു വെപ്പുണ്ട്. എന്തുവാടേ നമ്മള് ബസ്സിനകത്താട്ടോ ഇരുന്ന് ചായ പിടിക്കുന്നേ. ഇവിടുന്ന് നല്ല അടിപൊളി കിട്ടില്ല വ്യൂ ആണ് സുഹൃത്തുക്കളെ. ഇതിപ്പോ അതിന്റെ മുകളിൽ നമ്മള് പോയിട്ട് വന്നേ. നമ്മള് നടന്ന് പോയോണ്ട് അറിഞ്ഞില്ല, അങ്ങ് മലയുടെ മുകളിൽ പോയ നമ്മള് നടന്ന് അതിന് ക്ഷീണമൊന്നുമില്ല. ക്ഷീണമില്ല. അങ്ങനെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ, നല്ല തണുപ്പ്, നല്ല കാറ്റ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അമ്പൂന് വേണ്ടി വെച്ചോടെ നടന്നത് ഫുള്ള്. എന്നിട്ട് ഒരു കുഴപ്പമില്ല, ഒരാഴ്ച നമ്മളൊന്നുമില്ല, നല്ല കൂളായിട്ട് നമ്മൾ നടന്ന് പോയി വ്യൂ ഒക്കെ ആണ് തിരിച്ചത്. കൈ മൊത്തം ഞാൻ കൈ കണ്ടാ നീ ഇത് കണ്ടാ ഇത് കൈ നിറച്ചെടുക്കാം, നിറച്ച ബസിന്റെ തുരുമ്പ മൊത്തം ചട്ടമ്പി. അപ്പോ നല്ല അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മുക്ക. പൊളി സാധനം. എരിയില്ല. ഇത് ഡിപ്പ് കണ്ടോ, തേൻ ഹണി മേടിച്ചിട്ടുണ്ട്. നമ്മള് ഡ്രോണൊക്കെ പറത്തി നിനക്ക്
പേടിയല്ലേ പിന്നെ ഭയങ്കര പേടി. കയ്യിലോട്ടൊന്ന് കൊടു. എന്റെ കൊച്ചിന്റെ അടുത്ത് വന്നാൽ ഞാൻ തള്ളി തറയിട്ട് ഞാൻ പറഞ്ഞേക്കാം. അപ്പോ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ഷോർട്സ് എടുത്തിട്ട് കേട്ടോ. ഞാനും അമ്പും പൂളി കയറാൻ പോവാ. സൈക്കിളോട്ടാ എടാ ഇത് റൂമിനകത്തിരുന്ന് ചെരുപ്പായി. എന്റെ ചെരുപ്പ് ഭയങ്കരമായിട്ട് തെന്നുന്നു. കളി കാര്യമായി വെള്ളത്തിൽ കളിക്കാനും വെള്ളത്തിൽ ഇറങ്ങിക്കൊള്ളാനും ഞാനങ്ങ് വിടുവേ കേട്ടോ. ഞാനങ്ങ് വിടുവേ. ആരായി വരുന്നേ? അമ്പു ഇത് ആരാ? അമ്പു ഇതെവിടെ പോന്ന? സ്കിട്ടടിക്കാൻ നോക്കുന്നോ? അങ്ങാണ്ട് പോയി സൈക്കിളും കൊണ്ടില്ല ട്രെക്കിങ്ങിന് പോയി അതിലേ പോവാൻ തോന്നുന്നു. കൊഴുപ്പല്ലേ കൊഴുപ്പ്. പോണു. ഇങ്ങ് വാ. പോയി. ചെറിയ വെള്ള പൊട്ടി കാണുന്നുണ്ടോ? സൂം ചെയ്യാൻ എന്റെ കൈ ഒഴിയൂല. കാണാം. അയ്യോ നിന്റെ തന്റെ കടി കിട്ടാത്ത എന്റെ ആങ്കാട വാങ്ങുമ്പോ നീനിച്ചോ അടി കിട്ടാത്ത എന്റെ ആങ്കടോ. വെള്ളത്തിൽ കളിച്ച് പിന്നെ തണുക്കണം. നിന്നെ പണി വന്നാൽ തന്നെ ആശുപത്രി പോക്കോടോ കേട്ടോടോ. റൂമില് ക്ലീനിങ് നടക്കുന്നതാ നമ്മൾ അറിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. വരട്ടെ അച്ഛൻ വരട്ടെ പറഞ്ഞു കൊടുക്കുവേ. അച്ഛൻ്റെ ആകുമ്പോ അച്ഛൻ തീരാ. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഓയിലോ ഗ്രീസോ ഇട്ട് ജാട. അയ്യേ ബാബു നമുക്ക് റൂമിൽ പോ. ഇത് കണ്ടോണ്ട് ഇവിടെ നിക്കണ്ട. ചവിട്ട്. ഇനി മറ്റേ പടത്തെ ചവിട്ട്. കഴുത എടി പൊക്കം കറക്റ്റ് ഏറ്റവും കുറച്ച് വെച്ചേക്കുന്നത്. ഇനി താത്തിക്കാൻ പറ്റത്തില്ല അത്. ചവിട്ടി ഇവിടെ. അപ്പൊ ഇനി നമുക്ക് റൂം ടൂർ ആയല്ലോ സുഹൃത്തുക്കളെ. റൂം കണ്ടില്ലായിരുന്നില്ല, ഇന്നലെ നമ്മൾ കാണിക്കാൻ മറന്നുപോയി. അപ്പൊ എന്തേ ലുക്ക് അറ്റ് ദാറ്റ്. ഓണർ എന്ത് ചെയ്യേ? ഈ ഓണർ കുട്ടി ഓണർ ഇതാണ് ഗൈസ് നമ്മുടെ റൂം വരുന്നത്. ഒരു സർക്കിൾ ഷേപ്പ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഈ റൂമില്. TV ഉണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ചെറിയൊരു ടേബിള്, പിന്നെ ചെടി. ഇതെല്ലാം നാച്ചുറൽ ആട്ടോ. കൈ കൊട്ടും വായിക്കാത്ത ഇങ്ങനെ നല്ല ബെഡാണ്, അടിപൊളി ബെഡാണ്. ഇങ്ങനെ അടിപൊളിയായിട്ട് ഓപ്പൺ ചെയ്യാം. രാവിലെയും രാത്രിയും മഴയൊക്കെ പെയ്യുമ്പം നല്ല രസമാണ്. ഈ പിന്നെ മഴത്തുള്ളികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് അതല്ല, ഇവിടുത്തെ ടേബിളിൽ കണ്ട ഈ ഒരു ടേബിളിൽ വയർലെസ് ചാർജർ ഉണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ്. ചാർജ് കയറും കേട്ടോ. അവിടെ അലക്കിവിടെ മനുഷ്യർ ചെവിയിലെ കേൾക്കണ്ടേടാ. ഇവിടെ ചെവിയിലെ കേൾക്കണ്ടേടാ. അവിടെ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. AC തലമണ്ടയിൽ AC ഉണ്ട്. ഇത് അമ്പൂട്ടന്റെ കൊരങ്ങന്റെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഇത് ഹീറ്ററാണ്. ഹീറ്റർ ഇവിടെ മൃദുലയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു മേക്കപ്പ് യൂണിറ്റ്. ഇവിടെ നല്ല വെട്ടമാണ് ഗൈസ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് കറങ്ങുന്ന. ഇവിടെ ചെറിയൊരു ലോക്കർ സംവിധാനമുണ്ട്, നമുക്ക് പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. പിന്നെ അതെ നല്ല അടിപൊളി ഒരു വാർഡ്രോബ്, നല്ല സ്പേസ് ഉണ്ട്. അതിനകത്തൊന്നുമില്ല, അതും ഒരു വേറൊരു ഷേപ്പ് ഇല്ലേ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്ന ടൈപ്പ്. പക്ഷെ ഇത് ആരാണെങ്കിലും ഇതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാണേണ്ടതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് തുറക്കൂ. ടോയ്ലറ്റ് അടിപൊളി. അയ്യോ ഇവിടെ പൊളിക്കോ? തുറക്കാൻ പറഞ്ഞ വലിച്ച് പൊളിക്കാനല്ല പറഞ്ഞത്. ലുക്ക് അറ്റ് ദാറ്റ്. കണ്ണാടി ഗൈസ്. അയ്യോ
അത് ശരിയാട്ടോ. നമ്മൾ ഹണിമൂണിന് പോലും ഇത്ര അടിപൊളി റൂം എടുത്തിട്ടില്ല. ഇത് അടിപൊളി ബാത്റൂമാണ്, സൂപ്പറാണ്. എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാം, കയറാം. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, ഇതൊരു തേങ്ങ ഫുള്ള് കിഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ടൂത്ത് പേസ്റ്റും ബ്രഷൊക്കെ. ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബ്രഷൊക്കെ എടുത്ത് ഇങ്ങനെ ഇടാൻ പറ്റും. അത് കൊള്ളാം, നൈസായിട്ടുണ്ട്. പിന്നെ നേരെ നമ്മുടെ ഹീറ്റർ വരുന്നുണ്ട്, അകത്തും പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ബാത്റൂം ഗൈസ്. ബാത്റൂം ഒക്കെ പണിയുന്ന ഇതൊക്കെ പണിയണം. ഒരു വേറൊരു ഫീലുള്ള ഒരു ലിവിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്കൊരു വീടിനകത്ത് കിടന്നിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ടെന്റ് ഹൗസ് അല്ലെങ്കിൽ ഇത് ഡോം എന്നാ പറയുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോൾ രസമാണ്. കുറച്ചും കൂടി നമ്മൾ നേച്ചറുമായിട്ട് എന്താ പറയുക, ഇഴുകി ചേർന്ന് നമ്മള് കറക്റ്റ് നമ്മളാ മല ഇതൊക്കെ നമ്മള് ലൈവായിട്ട് കാണുന്നത് പോലെ അതിന് നടുക്ക് താമസിക്കുന്ന ഒരു ഫീല്, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അമ്പൂട്ടൻ ഫോട്ടോഗ്രാഫർ ആയോ. നീ നാട്ടിക്കോ നമ്മളെ ഈ വല്ലവരും നല്ല ഫോട്ടോ എടുത്ത് നോക്ക്. ഇതൊക്കെ എപ്പോ എടുത്തോന്ന് തോന്നേ എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ചുമ്മാ ഫോണിൽ ഗാലറി കൈയെടുക്കുക. നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ബാ കഴിക്കാം. വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന അങ്ങോട്ട് കഴിക്കാം. എന്താ മഴത്തുള്ളികൾക്ക്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഡാൻസ് കളിച്ചതല്ലേ. കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ഇന്നലത്തെ തന്നെ ഹോട്ട് ആൻഡ് സൂർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ട് ആൻഡ് സൂർ ചിക്കൻ സൂപ്പ്. പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്തതുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്തത്. പിന്നെ ഡാല് കറിയുണ്ട്, ചപ്പാത്തി. ഇവിടുത്തെ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. നല്ല കുരുമുളകും ഈ തണുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ ഗ്രിൽ ഫിഷിന്റെ കൂടെ ഒരു സോസ് ഉണ്ട്. ഇത് ബട്ടറാട്ടോ. മീൻ തിന്നുന്നു. മീൻ ഫുഡൊക്കെ കഴിച്ചു, ക്യാമ്പ് ഫയർ കഴിഞ്ഞു. ഉറങ്ങിയ അമ്പൂട്ടനാണ്. ഞാൻ ഫോൺ ഓണാക്കിയപ്പം ഉണർന്നു. അപ്പോൾ ഗൈസ് നാളെ കാണാം. എനിക്ക് ഇത്രയേ ഉള്ളൂ. ബൈ അല്ലേ. നൈറ്റ് ഗൈസ്, ലവ് യു.